അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് കർണാടകയും കണ്ണൂരും ചേരുന്ന പയ്യന്നൂർ ജോലി ചെയ്യുന്ന അമ്മയുടെ കർണാടകയിൽ ജോലി ചെയ്യുന്ന സത്യജിത്തിന്റെ പ്രിയപ്പെട്ട മോൾ സിന്ദൂരി. സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണ് താലിമംഗളം. ഇത് കയ്യിൽ ഇങ്ങനെ പതുക്കെ കെട്ടുക. വീട്ടിൽ പട്ടിയുണ്ടോ? പൂച്ചയുണ്ടോ? മുയലുണ്ടോ? കാക്കയുണ്ടോ? ആനയുണ്ടോ? ആളുകളുണ്ടോ? സമാധാനമുണ്ടോ? കർണാടകയിൽ പോകുന്നുണ്ടോ? പോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, അച്ഛനെ പോയത്. അമ്മ പോവില്ല. പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. കണ്ണൂർ തന്നെ മതിയോ? എവിടെയാണ് ഇഷ്ടം? അമ്മയുടെ നാട്, അച്ഛൻ്റെ നാട് പയ്യന്നൂരാണോ അമ്മയുടെ നാട് കണ്ണൂരാണോ ഇഷ്ടം? കണ്ണൂര്. അതെന്താ കാര്യം? അവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട്. അവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട്. അപ്പൊ ഇവിടെ കിടന്ന സുഖമില്ലേ? അതെന്താ അങ്ങനെ? അവിടെ ഞാൻ പോയിട്ടില്ല. ഇതുവരെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടില്ല? ഇല്ല. കിടന്നിട്ടില്ല? കിടക്കുമ്പോ എനിക്കതൊന്നും ഉറക്കം വരുന്നില്ല. അച്ഛൻ്റെ നാട്ടിൽ പോയിട്ട് കിടന്നാൽ തന്നെ ഉറക്കം വരുന്നില്ല, അവിടെ ഒരു സുഖവും ഇല്ല. അമ്മയുടെ വീടിൻ്റെ അവിടെ കിടക്കണാണ് സുഖം. അതെന്താ കാര്യം? അത് അവിടെ തലാണേൻ്റെ ഉറയെല്ലാം മാറ്റിയിട്ട് ഇടല്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും തലാണ്ട മേലെ തണുപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങും. രാവിലെ ഇഷ്ടമാണ്, രാത്രി ഇഷ്ടമല്ല. ഉച്ചക്ക് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? ഉച്ചക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല. എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ ഇഷ്ടമാണോ? അതിനൊരു നന്ദി കേടുമില്ല അല്ലേ? ഒരു നാണോ ഇല്ല. അവിടെ പോയിരുന്ന് തിന്നാം, ശരിക്കും അടിച്ചിട്ട് പോരാം. ആ കിടക്കണ നേരെ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ബന്ധമില്ലാതെ പോരണം. അവിടെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാം അങ്ങോട്ട്. അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ കൂടി അവിടെ ചെന്ന് രണ്ടുപേരും കൂടി ഇന്ന് പഞ്ഞിക്കിടും കേട്ടാ. എന്തൊക്കെയുണ്ട്? പെരളശ്ശേരി അല്ലേ പഠിക്കുന്ന സ്കൂളിന്റെ പേര്? ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ. ഇന്ദിരാഗാന്ധി പബ്ലിക് ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ അല്ലേ? പെരളശ്ശേരിയാണ് മമ്പറം അല്ലേ? അതേതാണ് സ്ഥലം? മമ്പറം. നല്ല സ്ഥലം. അച്ഛൻ്റെ പേരെന്താണ്? ഷാജി ടി വി. പ്രത്യേകിച്ച് വേറെ ടി വി ഇനി വേണ്ട, ഇതിൽ നോക്കി എല്ലാം കാണാം. അമ്മയുടെ പേരോ? വിനീഷ്മ. അച്ഛനോ അമ്മ അതാരാണ്? അമ്മയുടെ അച്ഛനാണോ? അമ്മേന്റെ അച്ഛൻ്റെ പേര്? വാസു. മറ്റതോ? അമ്മാമ്മയുടെ പേരോ? ശ്യാമള. ചിന്താവിഷ്ടിയായ ശ്യാമളയും വക്കീൽ വാസുദേവും. ചേച്ചിയുടെ പേരെന്താണ്? ഋതുപർണ. പേരൊക്കെ നല്ല പേര്. കാര്യം ഘനശ്യാമ്, ഋതുപർണ. പേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ദിവസം ഇരുന്ന് ആലോചിച്ചു? കുറേ ദിവസം ആലോചിച്ചു. ആര് പറഞ്ഞു തന്ന പേരാണ്? ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. ഘനശ്യാമ. എന്താ എൻ്റെ അർത്ഥം? ഘനശ്യാമം നല്ല കാർമേഘത്തിന്റെ വർണ്ണത്തോട് കൂടിയവൻ ശ്രീകൃഷ്ണൻ. ഈ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടാണോ ശ്രീകൃഷ്ണൻ? വീട്ടിൽ ആരാണ് നമുക്ക് സ്വസ്ഥത തരാത്തത്, സമാധാനം തരാത്തത്? അമ്മ. വീട്ടിൽ വേണ്ടത് സ്വസ്ഥത, സമാധാനം, സന്തോഷമാണ്. അമ്മ അതിന് തടസ്സം നിൽക്കുന്നു. കഴിയുന്നത്ര മാറ്റി. പിന്നെ ആരാണ്? അച്ഛൻ അമ്മയെ അടിക്കും. അച്ഛൻ അമ്മയെ അടിക്കുന്നു. തിരിച്ച് അമ്മ അടിക്കുമോ? കരയും. അച്ഛനെ വീട്ടിൽ വേണോ അമ്മയെ വീട്ടിൽ വേണോ? അച്ഛനെ മതി. അമ്മ അത്രമാത്രം ഉപദ്രവങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് മക്കളോട്. അമ്മ തല്ലുന്നു, അമ്മ വഴക്ക് പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടി? മണപ്പിക്കാൻ കഴിയില്ല, നമുക്ക് മൂക്കടപ്പ. അതുകൊണ്ട് അച്ഛൻ അടിക്കും. അമ്മക്ക് മൂക്കടപ്പാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് മണക്കാൻ പറ്റില്ല. അപ്പോൾ പണം കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇതിന് മാത്രം പണം പിടിക്കാൻ അവിടെ എന്താ പോലീസിനായി അറിയുക? വഴക്ക് എപ്പോഴും ഉണ്ടോ വീട്ടിൽ? ചിലപ്പോൾ. ആരാ വഴക്കിടുന്നത് തുടക്കം? അച്ഛൻ എന്ത് പറയും? നീ ഇറങ്ങിപ്പോയിക്കോ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അമ്മ പറയും ബസ് കാശില്ലെന്ന് പറയും. ഉടനെ ബസ് കാശ് എടുത്ത് കൈ കൊടുക്കും. ഇല്ല ഞാനിപ്പോൾ പോകില്ല, നാളെ നേരം വെളുത്തിട്ട് പോകാമെന്ന് പറയും. ശരി, ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ കണ്ടുപോകരുതെന്ന് പറയും. അത്ര നേരം അമ്മ മാറി നിൽക്കും. അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ പിന്നെയും വരും. അല്ല നീ ഇന്ന് പോയില്ലേ? ഇല്ല ഞാൻ പോകാൻ മറന്നുപോയി, നാളെ പൊക്കോളാം. അച്ഛന് കുറേ ദിവസം ബാങ്കിന് അട്ടി പണം വരും.
അത് അമ്മക്കൊന്നും കൊടുക്കൂല. അത് കൊടുത്താലേ അച്ഛനെ മറ്റവരും ഒന്ന് പൊക്കിക്കൊണ്ട് പോകും. നമുക്കെന്താ ജോലി? നമുക്ക് ടീച്ചർ. ടീച്ചറാണ്. ഏത് സ്കൂളിലാ? കടമ്പൂര്. പാട്ടുപാടാൻ. അച്ഛൻ്റെ സമാധാനത്തിന് വേണ്ടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, വാസുവിന് വേണ്ടി, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് വേണ്ടി, ഋതുപർണയ്ക്ക് വേണ്ടി ഒരു പാട്ട്. ആശിച്ചവൻ ആകാശാനെ കിട്ടി, ആകാശോ കൂടെ പോനേ. ആറാവനടി പൂരം വന്നേ, ആ പൂരം മിന്നാണെന്നേ. പന്ത് തൊട്ടേ പന്തലിട്ടേ പറഞ്ഞിരിക്കൊരു ചെണ്ടക്കാർ, ദൂരേതോ അഞ്ചരക്ക ആരും കാണാതിശു. ആശിച്ചവൻ ആകാശത്തൊന്നൊരാനെ കിട്ടേ, ആകാശോ കൂടെ പോനേ. മിലിറ്ററിക്കാരനാകേണ്ട ആളാ. അതിർത്തി കിടന്ന് ഉറങ്ങണേണ്. എവിടെയൊക്കെ കൂടി വെടിയുണ്ട പോണ്. എന്ത് ചെയ്യും? ഇതാണ് പറഞ്ഞ ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്ന് പറഞ്ഞത്. ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. മിലിറ്ററിക്കാരൻ ഡ്യൂട്ടിയിലാണ്, ഉണർത്താതെ നോക്കുക. വീട്ടിൽ ആരാണ് എപ്പോഴും സൈലന്റ്? പാവം ആരാണ്? അമ്മ. അല്ല, പറഞ്ഞു പഠിപ്പിച്ചതേ നമ്മൾ കുട്ടികൾ പറയും. നമ്മൾ നേർച്ചയും വഴിപാട് ഞാനൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഇതിനാണ് അധികം പറഞ്ഞു പഠിപ്പിക്കണം. അവിടെ ഒന്ന് ഇരുന്നാ പോരെ ഇങ്ങനെ. അമ്മ പഠിപ്പിക്കാറുണ്ടോ നിങ്ങളാ? അച്ഛൻ വലിയൊരു ആർട്ടിസ്റ്റാ. വില്ലേജ് ഓഫീസർ ആണെങ്കിൽ അച്ഛൻ വലിയൊരു ആർട്ടിസ്റ്റ് അല്ലേ? അച്ഛൻ നാടകത്തിൽ കളിച്ച വിവരം നിങ്ങൾക്കറിയും. പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ നല്ല നാടക ട്രൂപ്പിൽ നല്ലതിൽ 2-3 വർഷം ജോലി ചെയ്താണ്. പിന്നീട് അച്ഛൻ ആ സ്റ്റേജിൽ അഭിനയം നിർത്തി പിന്നെ ജീവിതത്തിലേക്ക് അഭിനയം തുടങ്ങി ഇല്ലേ? അമ്മയ്ക്ക് ഭർത്താവായി, കുട്ടികൾക്ക് അച്ഛനായി, നല്ല വില്ലേജ് ഓഫീസറായി, അങ്ങനെ അഭിനയിച്ച് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അമ്മയും അപ്പയും കൂടി വഴക്കിടും. ആരാണ് വഴക്കിടുന്നത്? എന്തെന്ന് പറഞ്ഞാൽ തുടങ്ങും. എന്തിനാണ് ചായയിൽ പഞ്ചസാര ഇടുന്നത് അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങും. ഷുഗർ ഉണ്ടെന്ന് ഉറപ്പായി. പിന്നെ അപ്പൊ മമ്മി എന്ത് പറയും? ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബെന്നിച്ച അങ്ങനെ പറയും. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബെന്നിച്ച, ചാകാൻ മാത്രം ഇട്ടിട്ടില്ല, ഷുഗർ കൂടാൻ മാത്രം ഇട്ടിട്ടില്ല. അപ്പൊ ബെന്നിക്കിന് എന്ത് പറയും? ഇതിന് ഭയങ്കര മധുരം ഉണ്ടല്ലോ അങ്ങനെ പറയും. ഇതിന് ഭയങ്കര മധുരം ഉണ്ടല്ലോടി. പിന്നെ ഉപ്പിട്ടാലല്ലേ ഉപ്പ് ഒരു പഞ്ചാരയിലെ ഞാൻ ഇട്ടിരിക്കണത്, അങ്ങ് എടുത്ത് കുടിച്ചിട്ട് പോയാട്ടെ എന്ന് പറയോ? ശരി അടിയൻ ഉത്തരവെന്നും പറഞ്ഞ് പപ്പ അങ്ങോട്ട് പോകില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോട്ടെ. നമുക്ക് വല്ല പഠിച്ച് ആരായി തീരണമെന്നൊക്കെ വല്ല ആഗ്രഹങ്ങളൊക്കെ വല്ല ഉണ്ടോ? എന്താണ്? ഡോക്ടർ. എന്തിന്റെയാണ്? കണ്ണിന്റെയാണോ, പല്ലിന്റെയാണോ, അല്ലെങ്കിൽ ഓർത്തോ ആണോ, ഓർക്കാതിരുന്നതാണോ, നാടിന്റെയാണോ, ഞരമ്പിന്റെയാണോ, ഏതിന്റെയാവും? അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇഷ്ടമല്ല. നേഴ്സ് ആകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഡോക്ടർ ആകുമ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി എഴുതിയിട്ടങ്ങ് പോയാൽ മതി. അതുമല്ല, നേഴ്സല്ലല്ല പൈസ വാങ്ങിക്കുന്നത്, ഡോക്ടറാണുള്ള പൈസ. അതിനെ പുള്ളി അത് നോക്കിയല്ലേ ചെയ്യുള്ളൂ. വീട്ടിലെന്തൊക്കെയുണ്ട്? എത്ര സെന്റ് ഭൂമിയുണ്ട്? നല്ല വീടാണോ? ആഭരണങ്ങളോ? അടുത്ത ആഴ്ച വന്ന് എന്നെ കാണണം. സാർ അസുഖം മാറിയാലും പിന്നെയും വന്ന് കണ്ടോളൂ. നല്ല കുട്ടിയായിട്ട് മാറണം, നല്ല ആളായി മാറണം, നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് പാട്ട് പാടിക്കണോളൂ. ഒരു പാട്ട് പാടിക്കട്ടെ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. അച്ഛൻ മധുരയിട്ടൊരു ചായ കൊടുക്കുന്നു, ചെറുതായിട്ട് മന്ദിച്ച് അച്ഛൻ അവിടെ ഇരിക്കുന്നു, ഫാനും അമ്മ ഓൺ ചെയ്യുന്നു. ഇവിടെ കുറച്ച് നേരം മന്ദിച്ച് കിടന്നുറങ്ങൂ എന്ന് പറയുന്നു. അപ്പോൾ ഷുഗർ മാറുമെന്ന് പറയുന്നു. ആ സമയത്ത് അച്ഛൻ ആശ്വാസത്തിന് വേണ്ടി ഒരു പാട്ട്. കണ്ണിൽ കണ്ണിൽ നാം കാണും നേരത്ത് കന്നിപ്പൂക്കാലം വന്നെത്തും കുന്നോളം പൂവായി. ഓ ഓക്കെ. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൂട്ടുകാരാണ്. കുട്ടികളുടെ കൂട്ടുകാർ നിങ്ങളല്ല എങ്കിൽ പിന്നെ അവർ വേറെ കൂട്ട് തേടിപ്പോകും. എപ്പോഴും നമ്മളായിരിക്കണം അവരുടെ കൂട്ടുകാർ. അവരുടെ പഠന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, ക്ലാസ്സിൽ പോയി വന്നാൽ എവിടെയെങ്കിലും കൂടെ കൊണ്ട് നടക്കാൻ, ചെറിയ പ്രായത്തിലേ കൈപിടിച്ച് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഇവരുടെ കാല് പിടിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ കൈപിടിച്ച് കൊണ്ടു നടക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും നല്ല കൂട്ടുകാരി അമ്മ അല്ലെങ്കിൽ അച്ഛൻ.
രണ്ടുപേരുമായാൽ അത്ര നല്ലത് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി സമ്മാനം. പാട്ട് പാടിയത് ആരാണ്? കൈവക്ക്. പാട്ട് പാടിയത് ആരാണ്? നന്നായിട്ട് പാട്ട് പാടിയത് ആരാണ്? കൈവക്ക്. നന്നായിട്ട് 3 പേരും പാടി. അപ്പോൾ നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ട്. കഴിവില്ലാത്തത് കൊണ്ട് കഥ പറഞ്ഞത് ആരാണ്? കഥ പറഞ്ഞത് അപ്പോൾ ഒരു കഥയില്ലാത്തവർക്ക് കൊടുക്കട്ടെ. മാല പൊട്ടിച്ചത് ആരാണ്? മാല പൊട്ടിച്ചത് ആരാണ്? അച്ഛൻ്റെ വീട്ടിൽ പോകുക, അവിടെ കിടന്ന് ഉറങ്ങുക, സീറ്റിൽ നിന്നിട്ട് പോരരുത്. അങ്ങനെ ഒരു ദിവസം കൂടി കഴിയുന്നു. കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. അതിൽ കൂടുതലും ഇല്ലേ ഈ അച്ഛൻ്റെ മദ്യപാനം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ മാത്രം പിള്ളേരെന്തോ യാതൊരുവിധ സത്യസന്ധതയും പുലർത്താതെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ്, രസകരമായി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയി വീട്ടിൽ പോയി അനുഭവിക്കുക. രക്ഷപ്പെടുത്താൻ ഞാനുണ്ടാവില്ല. നാളെ വീണ്ടും കാണാം.